കോർട്ട് റൂം ഡ്രാമാസിന്റെ ഫാൻ ആണ് നിങ്ങൾ വെച്ചാൽ നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആണ് ക്രിമിനൽ ജസ്റ്റിസ്. സോ നമുക്ക് വേണമെങ്കിൽ കോർട്ട് റൂം ഡ്രാമാസിന്റെ സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം ക്വാളിറ്റി സാധനങ്ങളാണ്. സോ അതിന്റെ 4ാമത്തെ സീസൺ ആ ഫാമിലി മാറ്റർ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. ആദ്യം 3 എപ്പിസോഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ വ്യാഴാഴ്ചയും ഓരോ എപ്പിസോഡ് ഇറങ്ങി. ഫൈനലി 8 എപ്പിസോഡ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. കിഡു പറഞ്ഞ വൺ കിഡു. സോ ഞാൻ യൂഷ്വലി ക്രിമിനൽ ജസ്റ്റിസിന്റെ ഓരോ സീസൺസ് നമ്മൾ കമ്പയർ ചെയ്യാറില്ല. എല്ലാം ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഫസ്റ്റ് സീസൺ കണ്ടതിന് ശേഷം ഇത്ര സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സീസൺ ഉണ്ടാവില്ല. അടിപൊളിയായിരുന്നു. സോ നിങ്ങളിപ്പോ ക്രിമിനൽ ജസ്റ്റിസ് ഇന്നവരെ കണ്ടിട്ടില്ല വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് സീസൺ 4 കാണാം. വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം പ്രോപ്പർ ആയിട്ട് വലിയ ലിങ്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിലത്തെ മെയിൻ ലീഡ് മാധവ് മിശ്ര അല്ലെങ്കിൽ മാധവ് ജി, നമ്മുടെ പങ്കജ് ത്രിപാഠി ചെയ്ത ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിയണം വെച്ചാൽ നിങ്ങളെ ഫസ്റ്റ് സീസൺ തൊട്ട് കാണണം. ത്രൂ ഔട്ട് ദ സീരീസ് അല്ലെങ്കിൽ ഈ സീസണിന്റെയും എല്ലാ സീസണിന്റെയും ബാക്ക് ബോൺ അങ്ങേര് തന്നെയാണ്. കിഡു ആക്ടറാണ്. ഹീ സച്ച് ആൻ അമേസിംഗ് ആക്ടർ. നമുക്ക് തോന്നില്ല ഇത് ഇന്നൊരാൾ ചെയ്താൽ ഇതിലും നന്നാവുമെന്ന് തോന്നുന്നില്ല. കാരണം പങ്കജ് ത്രിപാഠി വേറെ ലെവൽ തന്നെയാണ്. സോ അങ്ങേരെ ഔട്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം. പക്ഷെ ഈ സീസണിൽ അത് നടന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് തോന്നുന്നു അഞ്ജു നാഗ്പാൽ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ഒരു ആക്ടർ ഉണ്ട്. ഓയ്യോ, ടുവേർഡ്സ് എൻഡ് സർട്ടൻ ഇമോഷണൽ സീൻസ് ഉണ്ട്. വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. പങ്കജ് ത്രിപാഠിയുടെ മുകളിൽ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും അടിപൊളിയായിട്ടാണ് അവർ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ രാജ് നാഗ്പാൽ പറഞ്ഞ സർജൻ ഉണ്ട്. ഭയങ്കര ഫേമസ് ആയ സർജൻ ആണ്. ആൾക്ക് ഒരു ഭാര്യയുണ്ട്, ഒരു കൊച്ചുണ്ട്. ആളുടെ അമ്മയും കൂടി ഒരു ഫ്ലാറ്റിൽ എന്തോ താമസിക്കുകയാണ്. സോ കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സും ഉണ്ട്. സോ ആള് ഭാര്യയായിട്ട് സെപ്പറേറ്റഡ് ആണ്, ബട്ട് ഡിവോഴ്സ്ഡ് അല്ല. ഹോം നേഴ്സ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാണ്. പെട്ടെന്ന് ആ കൊച്ചു മരിക്കുന്നു. അത് മേർഡർ ആണോ, ആരാണ് കൊന്നത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താണോ, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതാണ് ഈ സീരീസ്. സോ യൂഷ്വലി ബാക്കിയുള്ള സീരീസ് പോലെ അരമണിക്കൂർ കാമണിക്കൂർ ഒന്നും അല്ല. ഒരു എപ്പിസോഡ് പറഞ്ഞാൽ ഏകദേശം 50 മിനിറ്റോളം ഉണ്ട്. ചില എപ്പിസോഡ് 1 മണിക്കൂർ ഉണ്ട്. 8 എപ്പിസോഡ് പറഞ്ഞാൽ അത്യാവശ്യം ലെങ്തിയാണ്. പക്ഷെ വൺസ് കാണാനിരുന്ന നല്ല രസത്തിൽ കണ്ടു തീർക്കുക. അപ്പൊ ഞാൻ ഓരോ എപ്പിസോഡ് ഇത് ഇറങ്ങിയപ്പോൾ ഇരുന്നൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഫുള്ളായിട്ട് ഒരൊറ്റ അടിക്ക് ഇരുന്ന് കാണണം പറഞ്ഞിട്ട് ഞാൻ ഇന്നലെയാണ് ഇത് ഫുൾ ഇരുന്ന് കണ്ടത്. നല്ല രസമായിരുന്നു. അത്യാവശ്യം ട്വിസ്റ്റ് ടേൺസ് ഇതൊക്കെയാണ് കോർട്ട് റൂം ഡ്രാമ. നമുക്ക് ഇമോഷണൽ സീൻസ് കാണാം, മെസ്സേജസ് കാണാം. അതേപോലെ തന്നെ 2 വക്കീലന്മാർ തമ്മിൽ കൊമ്പ് കോർക്കണ കാണാം. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ട്വിസ്റ്റും ടേണും കാണാം. അല്ലാതെ വെർഡിക്റ്റ് അല്ലെങ്കിൽ മറ്റേ യുദ്ധകാന്ഡം ചാപ്റ്റർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി സ്കിറ്റ് എടുത്ത് വെക്കുന്നതല്ല കോർട്ട് റൂം ഡ്രാമ. ക്വാളിറ്റി സാധനം. അതാണ് ക്രിമിനൽ ജസ്റ്റിസ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അടിപൊളിയാണ്. സോ ഇതില് നമ്മുടെ മാധവ് ജി അല്ലെങ്കിൽ മാധവ് മിശ്രയ്ക്ക് വന്നിട്ട് ആളെ ഒരു ഇൻഷുറൻസ് ഫേം വന്നിട്ട് അവരെ വക്കീലാക്കി മാറ്റുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. സോ പക്ഷെ അങ്ങേർക്ക് അതൊന്നും വലിയ താല്പര്യമില്ല. അങ്ങേര് അത് വിട്ടിട്ട് പിന്നെ വരുന്നുണ്ട്. സോ അതിൽ അവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞ ഒരു ഓർഡിനറി മാൻ ആയിട്ട് തോന്നും, അതുകൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല രസമാണ്. അത്യാവശ്യം ട്വിസ്റ്റും ടേണും ലാസ്റ്റ് അത്യാവശ്യം നല്ല ഇമോഷണൽ സീൻസും കാര്യങ്ങളും ഉണ്ട്. സോ ഇതിന്റെ 7 എപ്പിസോഡ് ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും 8ാമത്തെ എപ്പിസോഡിന് വെയിറ്റ് ചെയ്യായിരുന്നു. കാരണം കില്ലർ ആരാന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ യൂഷ്വലി നമുക്കറിയാം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫാമിലി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളെ ദിൽജീത് സിംഗിന്റെ ഡിറ്റക്റ്റീവ് ഷെർദിൽ കണ്ടന്റ് വെച്ചാൽ അറിയാം. അതിൽ ഇതേപോലെയായിരുന്നു. ഫാമിലി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കില്ലറെ കണ്ടുപിടിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ഇതും ഒരു സിമിലർ സ്റ്റഫ് തന്നെയാണ്. പക്ഷെ അവർ ഓരോ സീൻസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. ടുവേർഡ്സ് എൻഡ് ഓരോ സീൻസിന് തന്ന എക്സ്പ്ലനേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. സോ സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇതൊക്കെ മിസ് ചെയ്തിട്ട് വേറെ എന്ത് കണ്ടിട്ടും കാര്യമില്ല. കിഡു ആണ്.